ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. പലപ്പോഴും ആത്മീയ മൂല്യങ്ങളെ മനുഷ്യന് വലിയ താല്പര്യത്തോടു കൂടി സൂക്ഷിക്കുവാൻ വേണ്ടി പറ്റുന്നില്ല. ആത്മീയ മൂല്യങ്ങളെ സൂക്ഷിക്കുകയും അവയെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത്? മനസ്സിലാക്കേണ്ടത് പഴയ നിയമ വ്യവസ്ഥയല്ല പുതിയ നിയമ ദൈവസ്നേഹത്തിൻ്റെ വ്യവസ്ഥ. പഴയ നിയമ ആരാധനയല്ല പുതിയ നിയമ ആരാധന. പഴയ നിയമ കുർബാനയല്ല പുതിയ നിയമ കുർബാന. പഴയ നിയമ ആലയമല്ല പുതിയ നിയമ ആലയം. പുതിയ നിയമ ആലയം നമ്മൾ തന്നെയാണ്. പുതിയ നിയമ യാഗം ഗോൽഗോഥായിൽ നമ്മുടെ കർത്താവ് അർപ്പിച്ച യാഗം തന്നെയാണ്. പഴയ നിയമ പൗരോഹിത്യത്തിന് പകരം പുതിയ നിയമ പൗരോഹിത്യം 1 പത്രോസ് 2:9 വെളിപ്പാട് പുസ്തകം 1:6 പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് രാജകീയ പുരോഹിത ഗണങ്ങൾ. ഈ ഒരു വ്യവസ്ഥയെ മാനിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നവരെല്ലാവരും ശരിക്കും അവർ ചാട്ടവാറ് എടുത്ത് അവരെ ആഞ്ഞടിക്കാൻ ഓങ്ങുന്നതിന് തുല്യമായ ഒരവസ്ഥയിലെ യഥാർത്ഥ യേശു നമ്മളെ കാണുകയുള്ളൂ. ഇങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ നമ്മുടെ വിശ്വാസം, ആത്മാവിൻ്റെ കനിവ്, ആത്മാവിൻ്റെ യോഗ്യത എന്ന വിശ്വാസം അത് വളരെ മെച്ചപ്പെട്ടതായി തീരണം. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. എബ്രായ 11:1 വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം എന്ന് ബൈബിളിൽ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് അങ്ങനെ പോകണമെന്നാണ് എബ്രായ ലേഖനം 11:1 പറയുന്നത്. 100 കണക്കിന് 1000 കണക്കിന് വാഗ്ദത്ത വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിലുള്ള വാഗ്ദത്ത വചനങ്ങളെ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തൻ ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൽ ഉള്ള വിശ്വാസത്തെയും നമ്മൾ ശതഗുണീഭവിപ്പിച്ച് അവയെ കാണണമെന്ന് കർത്താവ് പറയുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തെ അവിശ്വസിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നത് കപടയാധ്യാത്മികതയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിൽ വിശ്വസിക്കുക. ബൈബിളിൽ നിന്നും ജീവചരിത്രങ്ങളിൽ നിന്നും ആത്മകഥകളിൽ നിന്നും നമ്മൾ പലതും വായിച്ചെടുത്ത് അങ്ങനെയുള്ള ചരിത്ര പുസ്തകങ്ങൾ, ആത്മകഥാകഥനങ്ങൾ, നോവലുകൾ, നാടകങ്ങൾ ഇങ്ങനെ പലതിൽ നിന്നും പലതും വായിച്ചെടുത്ത് അതിൽ വിശ്വസിക്കുന്നതിന് പകരം കോളേജിൽ പഠിക്കുന്നത് ടെക്നോളജി ആണെങ്കിലും സയൻസ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ആ സബ്ജക്റ്റുകളിലോ ആ സംഭവങ്ങളിലോ വിശ്വസിക്കുന്നതിന് നമുക്ക് വിഷമമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തമായി വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചു എന്നിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നും ഒരു ഉദാഹരണം നമുക്ക് തേടാം. അവിശ്വാസത്തിൻ്റെ വചനവുമായി സാത്താൻ വന്നത് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പിശാച് വന്നിട്ട് പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഹവ്വയോട് ഈ മരത്തിൻ്റെ വൃക്ഷം തിന്നരുതെന്നോ പറിക്കരുതെന്നോ വല്ലതും ദൈവം പറഞ്ഞോ? പറഞ്ഞു. തിന്നരുതെന്നും പറിക്കരുതെന്നും പറഞ്ഞു. നീ തിന്നു, സാരമില്ല, നിനക്ക് ദൈവത്തെപ്പോലെയാകാം എന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. പിശാചാണ് പറഞ്ഞത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ. പിശാച് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. വിശ്വാസത്താൽ ശക്തിപ്പെടുന്നതിന് പകരം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം, ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം, വിശ്വാസ ഗാനങ്ങൾ ആലപിക്കുന്നതിന് പകരം പിശാച് പറഞ്ഞത് ഹവ്വ കേട്ടു. പിശാച് പറഞ്ഞത് ഹവ്വ കേട്ടതിൻ്റെ തുടർച്ചയായി ആദം കേട്ടു, അഥവാ ആ പഴം ഹവ്വ കൊടുത്ത് തിന്നുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ ധീരമായ നിലപാടും പരസ്യമായ പ്രഖ്യാപനവും തളർത്തിക്കളഞ്ഞു, വേണ്ടെന്ന് വെച്ചു.
വിശ്വാസത്തിൻ്റെ ധീരമായ നിലപാടും പരസ്യ പ്രഖ്യാപനവും അതെല്ലാം ഈ കാലഘട്ടത്തിലും ആളുകൾ വേണ്ടെന്ന് വെക്കുന്നു. വാഗ്ദത്തം ചെയ്തത് നിവൃത്തിയാക്കുവാൻ ദൈവശക്തനെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ നിന്നും മാറി നിൽക്കുവാൻ പലപ്പോഴും മനുഷ്യർ തയ്യാറാകുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസിൻ്റെ 18-ാം അധ്യായത്തിലെ ചോദ്യമാണ് 8-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ 18-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? യഥാർത്ഥ വിശ്വാസത്തെ കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ലൂക്കോസ് 18:8. എന്നാണ് മനുഷ്യപുത്രൻ വരിക? ഡേയും ഡേറ്റുമൊന്നും കൃത്യമായി വേദപുസ്തകത്തിലില്ല. പിതാവ് മാത്രം അത് അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഏത് നിമിഷവും വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അനുദപിച്ച് വിശ്വസിച്ച് കാത്തിരിക്കണം. നമ്മൾ ഉപേക്ഷിച്ച പാപങ്ങൾ ഇനി ഒരു കാരണവശാലും തിരിച്ചെടുക്കുകയില്ല എന്ന് എന്നും പ്രതിജ്ഞ ചെയ്യണം, എപ്പോഴും പ്രതിജ്ഞ ചെയ്യണം. ലൂക്കോസ് 18:8. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയപ്പെട്ടവരെ, കടുത്ത ആത്മീയ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ നേരിടുകയാണ്. വിശ്വാസത്തിന് നേരെ വ്യതിചലനം നടക്കുകയാണ്. ക്രിസ്തു അല്ലാത്തവൻ പഠിപ്പിച്ചത് വേണ്ടെന്ന് വെക്കണം. അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ആധ്യാത്മികത മതിയെന്ന് വെക്കണം. ക്രിസ്തു അല്ലാത്തവർ, അപ്പസ്തോലന്മാരല്ലാത്തവർ ചെയ്യുന്ന ആധ്യാത്മികത വേണ്ടെന്ന് വെക്കണം. യഥാർത്ഥ ആത്മീയർ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ പഴയ നിയമ പൗരോഹിത്യത്തെ ഉപേക്ഷിക്കേണ്ടി വരും. പഴയ നിയമ കുർബാന വ്യവസ്ഥകളെ ഉപേക്ഷിക്കേണ്ടി വരും. പഴയ നിയമ ദേവാലയ നിർമ്മാണ വ്യവസ്ഥകളെ ഉപേക്ഷിക്കേണ്ടി വരും. പുതിയ നിയമകാലത്ത് ന്യൂ ജനറേഷൻ ചർച്ചുകാർ ആവിഷ്കരിക്കുന്ന ഇത്തരം തുള്ളക്കങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായ സ്വർഗീയ സന്തോഷമാണ്. ക്രിസ്തുവിനോട് ചേരുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടാൻ പോകുന്നത് മൂല്യച്യുതിയില്ലാത്ത ഒരു വിശുദ്ധി ആധ്യാത്മികതയാണ്. ഭൗതികമായി കൂടുതലുള്ള ആർത്തി ഈ കാലത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. പണത്തിനോടുള്ള ആർത്തി മനുഷ്യന് വർദ്ധിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ച് പ്രതിരോധ ശക്തിയുള്ള ഗുളികകൾ കഴിച്ച് രോഗം മാറ്റി പിന്നെ ആ രോഗം വരാതെ നോക്കുക എന്നതിനേക്കാളും എളുപ്പത്തിൽ പെട്ടെന്ന് രോഗശാന്തി വരപ്രാപ്തരിൽ നിന്നും എന്തെങ്കിലും വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചിലപ്പോഴെല്ലാം ചില ആളുകൾ രോഗികൾ എത്തിക്കൊടുന്നു. എന്നാൽ യഥാർത്ഥ ആധ്യാത്മികത എന്താണെന്ന് അറിയാനായിട്ടാണ് രോഗികൾ എത്തിക്കൂടേണ്ടത്. യഥാർത്ഥ യേശു എന്ത് ആവിഷ്കരിക്കുന്നു, യഥാർത്ഥ യേശു എന്ത് പഠിപ്പിക്കുന്നു, യഥാർത്ഥ യേശുവിനോട് ഒപ്പമുണ്ടായിരുന്ന അപ്പസ്തോലന്മാർ എന്ത് പഠിപ്പിച്ചു, എന്ത് പഠിപ്പിച്ചില്ല, അവർ പഠിപ്പിക്കാത്തതും ക്രിസ്തു പഠിപ്പിക്കാത്തതും പഠിപ്പിക്കുന്ന ഇടത്ത് ഒരിക്കലും ചെന്ന് അതിനെ ആധ്യാത്മികതയാണെന്ന് കരുതേണ്ട ആവശ്യമില്ല. തന്ത്രപൂർവ്വം പിശാച് ഇത്തരം കാര്യങ്ങളെ പല സ്ഥലത്തായിട്ട് ആവിഷ്കരിച്ചു വെക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് നമുക്ക് ഓർക്കാം. 118-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം, 118-ാം സങ്കീർത്തനം 8-ാം വാക്യം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 84-ാം സങ്കീർത്തനം 12-ാം വാക്യം, 84-ാം സങ്കീർത്തനം 12-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തന പുസ്തകം 84:12. യഹോവ തന്നെ ആശ്രയിക്കുന്നവരെയാണ് യഹോവയും സ്നേഹത്തോടെ വിളിച്ചു പോകുന്നത്. യഹോവയ്ക്ക് മറ്റൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. പ്രിയരെ, ദേവാലയം ഇന്നുണ്ട്, നമ്മൾ തന്നെയാണ്. യാഗം ഇന്നുണ്ട്, ഗോൽഗോഥായിലെ ക്രിസ്തുവിൻ്റെ ക്രൂശിത മരണമാകുന്ന യാഗം തന്നെയാണ്. പൗരോഹിത്യം ഇന്നുണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന പൗരോഹിത്യം, അത് രാജകീയ പൗരോഹിത്യം. ആ രാജകീയ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ വിശുദ്ധ അന്തരീക്ഷത്തിനെതിരെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതിനെ കർത്താവ് ചാട്ടവാറ് കൊണ്ട് അടിച്ച് പുറത്താക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു രോഗം, ആ ചാട്ടവാറിൻ്റെ അടി അല്ലെങ്കിൽ ആ ഓങ്ങൽ, അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഒരു രോഗം വന്നേക്കാം, ചിലപ്പോൾ ഒരു സഹനം വന്നേക്കാം, ചിലപ്പോൾ ഒരു തകർച്ച ഉണ്ടായേക്കാം, കുടുംബ അന്തരീക്ഷത്തിൽ വലിയ തകർച്ച ഉണ്ടായേക്കാം. പൗലോസ് അപ്പോസ്തലൻ 1 തിമോത്തിയിൽ
5:20. 1 തിമോത്തിയുടെ 5:20 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. നിങ്ങൾക്കെല്ലാം വിഷമമുണ്ടായില്ലേ? നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഒരു പാപത്തെ വിളിച്ചു പറയുകയോ ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ 2 പാപത്തെ വിളിച്ചു പറയുകയോ ചെയ്താൽ അത് വലിയ പ്രശ്നമാണ്. അവമാനിച്ചു എന്നായിരിക്കില്ലേ പള്ളിയിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെ വിളിച്ചു പറയുക. എന്നാൽ പരിശുദ്ധാത്മാവ് 1 തിമോത്തി 5:20 പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. അങ്ങനെ ശാസിച്ചു കൊള്ളാൻ പറയുകയാണ്. എല്ലാവരും കേൾക്കെ അവരെ ശാസിക്കണം. ശാസന കിട്ടിയവൻ ലജ്ജിക്കപ്പെടുക വേണം. ശാസന കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളെ ശാസിച്ചു എന്നത് ദൈവം ആണ് ശാസിച്ചെന്ന് മനസ്സിലാക്കുവാനും മാനസാന്തരപ്പെടുവാനും ഇടയാകണം. നമ്മുടെ ദേവാലയത്തെ പാപം കൊണ്ടാണ് നമ്മൾ ചീത്തയാക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവം ശാസിക്കും, നമുക്ക് കഷ്ടാനുഭവങ്ങൾ വരാൻ അനുവദിക്കും. ശിക്ഷ എന്ന വാക്കിന് പകരം പുതിയ നിയമം കൊണ്ടുവരുന്ന മറ്റൊരു വാക്കാണ് ബാലശിക്ഷ. ബാലശിക്ഷയ്ക്ക് നമ്മളെ പാത്രമാക്കാതിരിക്കില്ല. 1 തിമോത്തി 5:20 ആ വാക്യത്തിന് ശേഷം തീത്തോസിൻ്റെ 3-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. തീത്തോസിൻ്റെ 3-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ ഏതൊക്കെയാണ്? സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക. 10-11 വാക്യങ്ങൾ. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. അതാണ് പറഞ്ഞത് തീത്തോസിൻ്റെ 3-ാം അധ്യായത്തിലെ 10-11 വാക്യങ്ങളിൽ. എന്താണ് പറഞ്ഞത്? വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു, അത് നീ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വക്രബുദ്ധികൾ അവർക്ക് നേർബുദ്ധിയല്ല, എപ്പോഴും വളഞ്ഞേ ഇരിക്കുകയുള്ളൂ. അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന എപ്പോഴും വളഞ്ഞായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നേരിട്ടവർക്ക് ആ കാലഘട്ടങ്ങളിൽ അനുഭവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോൾ അവർ പാപം ചെയ്യും. അപ്പോൾ 1 തിമോത്തി 5:20 പറഞ്ഞതുപോലെ ശകാരിക്കപ്പെടേണ്ടതുണ്ട്. 2 തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ പറയുന്ന പോലെ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ അവർ കുറ്റം വിധിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇനി ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സഹോദരന്മാരെ, ഗലാത്യർ 6:1, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിനും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട്, ഒരു മനുഷ്യൻ വല്ല തെറ്റിനും അകപ്പെട്ടു പോയെങ്കിൽ ആ തെറ്റ് മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞ് അയാളെ അപഹസിക്കുകയല്ല. അയാളെക്കുറിച്ച് അങ്ങനെ അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെ ഉള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. അവൻ്റെ അടുത്ത് ചെല്ലണം, സൗമ്യതയുടെ ആത്മാവിൽ അവനോട് സംസാരിക്കണം, എന്നിട്ട് യഥാസ്ഥാനപ്പെടുത്തണം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം പറയുകയാണ്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. മറ്റുള്ളവരെ ആത്മീയമായ ലക്ഷ്യത്തോടു കൂടി നമ്മൾ തിരുത്തുന്ന നമ്മൾ തന്നെയും തെറ്റ് അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. യാക്കോബ് ശ്ലീഹായും ഇതേപ്പറ്റി പറയുന്നു. 5-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ തന്നെ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കിൽ ഏർപ്പെട്ടിരിക്കുന്നവരോടോ വിഗ്രഹാരാധികളോടോ എന്നല്ലല്ലോ. നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. സഹോദരനെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരുമ്പോൾ സഹോദരനോട് സംസർഗം കൂടിയതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ വേദനിക്കേണ്ടി വരും. കർത്താവിൻ്റെ ശാസനയ്ക്ക് നമ്മൾ ഇടയായിരുന്നിരിക്കും. 1 കൊരിന്ത്യരിൽ 5-ാം അധ്യായത്തിലെ 2 വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് 3, 4, 5 വാക്യങ്ങൾ. ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും
എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 5:5 ജഡസംഹാരത്തിനായി ദുഷ്കർമ്മം ചെയ്തവനെ സാത്താനെ ഏൽപ്പിക്കണം. സാത്താനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീട്ടിൽ നിന്നും പുറത്താക്കണം, കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കണം എന്നതിന് അവനെ എന്നേക്കുമായിട്ട് ഒഴിപ്പിച്ച് വിടുക എന്നല്ല. അവൻ ഒരിക്കലും ഈ സഭയിൽ നിന്നുകൊണ്ട്, അവൻ ഒരിക്കലും ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നല്ലതാവുകയില്ല എന്ന് ദൈവത്തിന് മനസ്സിലായതായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ സാത്താനെ തന്നെ ഏൽപ്പിക്കണം. വേദപുസ്തകം സഭയിലെ ചില അച്ചടക്ക നടപടികളെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ആത്മീയ പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് പറയട്ടെ. നമ്മുടെ ആരാധനകളെ സംബന്ധിച്ച്, നമ്മുടെ ആത്മീയതയെ സംബന്ധിച്ച് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മൾ നല്ലതാണെന്നോർത്ത് ചെയ്യുന്ന അനേകം കാര്യങ്ങൾ നല്ലതല്ലാതെ പോകുന്നുണ്ട്. 1 തിമോത്തി 5:24 1 തിമോത്തി 5:24 ചില മനുഷ്യരുടെ പാപം വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. 1 തിമോത്തി 5:24 ചിലരുടെ പാപം എങ്ങനെ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. അപകടങ്ങളും ആപത്തുകളും ബന്ധനങ്ങളും എല്ലാം ചിലർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. പാപങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നത് പെട്ടെന്നായിരിക്കില്ല, ക്രമേണയാണ്. പാപത്തിനുള്ള ബാലശിക്ഷയും നമുക്ക് ക്രമേണയായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം ദുർനടപ്പുകാരനെ എന്ന് 2 കൊരിന്ത്യർ 2:1-11 വാക്യങ്ങളിൽ പറഞ്ഞു. മറ്റൊരു വാക്യവും ഞാൻ പറഞ്ഞു, ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. പൗലോസിൻ്റെയും സഭയുടെയും ക്ഷമയ്ക്ക് അർഹമായിട്ടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സാത്താനെ ഏൽപ്പിക്കുക, ജഡസംഹാരത്തിനായി പുറത്തോക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം വേദപുസ്തകത്തിൽ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. മത്തായി 18 15, 16, 17 വാക്യങ്ങളിൽ സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ. മത്തായി 18 15, 16, 17 വാക്യങ്ങളിൽ സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. പുറജാതിക്കാരനും ചുങ്കക്കാരനുമാകും എന്നത് യഹൂദ സംസ്കൃതിയിൽ സാധാരണ പറയാറുള്ള ഒരു രീതിയായിരുന്നു. അവൻ നിനക്ക് അന്യനായിരിക്കും എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ടാണ് അങ്ങനെയുള്ളത്. ചുങ്കം പിരിക്കുന്ന ആളിനെയാണ് ടാക്സ് ഓഫീസർ, ചുങ്കക്കാരൻ എന്ന് വിളിക്കുന്നത്. ചുങ്കം പിരിക്കുന്നുള്ള അവകാശം ഗവൺമെൻറ്റിൽ നിന്നും ലേലം വിളിച്ചെടുത്തിരിക്കുകയാണ് ചുങ്കക്കാരൻ. അപ്പം അയാൾക്ക് ഇഷ്ടം പോലെ ചുങ്കം പിരിക്കാൻ പറ്റും. അഴിമതിയും അനീതിയും ഒരു ലൈസൻസോട് കൂടി ചുങ്കക്കാരൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ചുങ്കക്കാരൻ്റെ പ്രവർത്തന ശൈലിയോടും സമീപനത്തോടും അന്യായ നിലപാടുകളും കൂടി പ്രവർത്തിക്കുന്നവരോട് യേശുവിന് ഒരിക്കലും താല്പര്യമില്ല. പാപികളുടെ പാപപ്രവർത്തനങ്ങളോടും യേശുവിന് താല്പര്യമില്ല. ആവശ്യമുള്ളവർ എന്ന പരിഗണനയിൽ യേശു ചുങ്കക്കാരെയും പാപികളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണ് ചെയ്തത്. അതിനും അവിടുന്ന് പരിഹസിക്കപ്പെട്ടു. നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് മത്തായി 9 10, 11 വാക്യങ്ങളിൽ ചിലർ ചോദിച്ചു. നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് പരീശന്മാർ യേശുവിനോട് ആ ചോദ്യം ചോദിക്കുകയുണ്ടായി. ദീനക്കാർക്കല്ലാതെ, അങ്ങനെ പറഞ്ഞപ്പോൾ യേശുവിന് ഉണ്ടായിരുന്ന മറുപടി, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു. യേശു പറയുകയാണ് ലൂക്കോസ് 5-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങളിൽ യേശു പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിനായി വിളിക്കാൻ വന്നിരിക്കുന്നു. യേശു മറ്റൊരവസരത്തിൽ, അത് മത്തായി 21-ലാണ്, മത്തായി 21-31-32 വാക്യങ്ങൾ, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങൾ പറയുന്നു. യേശു പറയുന്നത് കണ്ടോ, മത്തായി 21-31-32 വാക്യങ്ങളിൽ ചുങ്കക്കാരും വേശ്യമാരും
നിങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ചുങ്കക്കാരായത് ആ ഒരു പ്രത്യേക വ്യവസ്ഥയിലാണ്. വേശ്യ പുരുഷന്മാരോ സ്ത്രീകളോ ആ വ്യവസ്ഥയിൽ അകപ്പെട്ടത് അവരുടെ ദയനീയമായ ഒരു പരാജയ വ്യവസ്ഥയിലാണ്. പക്ഷെ അവർ ക്രമത്തിൽ അവർ മാനസാന്തരത്തിലേക്ക് വന്നേക്കാം, അവർക്ക് വീണ്ടും ജന്മം ഉണ്ടായേക്കാം. എന്നാൽ കപട ആധ്യാത്മികതയിലുള്ളവർ, കപട അപ്പസ്തോലന്മാർ, കള്ളപ്രവാചകന്മാർ അവരൊരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ചുങ്കക്കാരും വേശ്യകളും അങ്ങനെ ആ സ്വർഗത്തിൽ പോയാൽ തന്നെ. യഹൂദന്മാർ അന്ന് ശമരിയെ അവഗണിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് ശമരിയെ താമസിച്ചിരുന്ന പുറജാതികളാണ്. അതുകൊണ്ടാണ് ശമരിയെ അവർ ഒഴിവാക്കിയത്. അവർ പുറജാതി മാത്രമല്ല, പുറജാതിയേക്കാൾ കഷ്ടമായ സമ്മിശ്ര ജാതിയും കൂടെ കൂടിയവരായിരുന്നു അന്ന്. യേശു സമരിയിൽ ചെന്നു. യഹൂദന്മാർ ഉപേക്ഷിച്ച ശമരിയിൽ യേശു ചെല്ലുന്നു. ശമരിയ സ്ത്രീയോട് കുടിക്കുവാൻ വെള്ളം ചോദിച്ചു. നമുക്കറിയാം, യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. ശമരിയ സ്ത്രീയോട് കുടിക്കുവാൻ വെള്ളം ചോദിച്ചു. അവളുടെ പ്രതികരണം അപ്പോൾ എന്തായിരുന്നു? നീ യഹൂദനായിരിക്കെ ശമര്യക്കാരുത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന എന്ത്? യഹൂദന്മാർക്ക് ശമര്യർക്ക് തമ്മിൽ സമ്പർക്കമില്ലല്ലോ എന്ന് അവൾ പറയുകയാണ്. 4-ാം അധ്യായം 9-ാം വാക്യം യോഹന്നാനിൽ. യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ സ്വീകരിച്ച് മുന്നോട്ട് വന്നവർ ക്രിസ്തുവിൻ്റെ സഭയിൽ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ചുങ്കക്കാരും മാനസാന്തരപ്പെട്ട് ക്രിസ്തു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും ഒന്നാണ്. കപട ആധ്യാത്മികതയിൽ ചുങ്കക്കാരും മാനസാന്തരപ്പെടുകയില്ല, വേശ്യ പുരുഷന്മാരോ സ്ത്രീകളോ മാനസാന്തരപ്പെടുകയില്ല. എന്നാൽ യഥാർത്ഥ ആധ്യാത്മികതയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ആവുക തന്നെ ചെയ്യും. പ്രിയരെ, ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഈ സത്യം നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിച്ചാൽ നിങ്ങളുടെ രോഗങ്ങൾ യേശു എടുത്തു മാറ്റും. സത്യം ഗ്രഹിച്ചവരുടേതല്ലേ മാറേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അസത്യം ഗ്രഹിച്ചിരിക്കുന്നവർ രോഗശാന്തി ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കരുതി തിരിച്ചു പോകും. രോഗങ്ങൾ വരിക, ദുഃഖങ്ങൾ വരിക, തകർച്ചകൾ വരിക, ഇവ വരുമ്പോൾ അവയെ നേരിടേണ്ടതിന് വേണ്ടി ആദ്യം നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കുക. രണ്ടാമത്, നമുക്ക് വചനത്തോടുള്ള പുതിയ നിയമ വ്യവസ്ഥ എന്താണെന്ന് നല്ലവണ്ണം അറിയാൻ പറ്റുക. പുതിയ നിയമ വ്യവസ്ഥ എന്താണ്? മൂന്നാമത്, നമ്മളൊക്കെ ദേവാലയങ്ങളാണ്. ഗോൽഗോഥായിലെ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണമല്ലാതെ യാതൊന്നുമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റുക. നമ്മളാണ് ദേവാലയമെങ്കിൽ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ബദ്ധപ്പാടുകളും ബഹളങ്ങളുമൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലിറങ്ങി വരും. ദൈവം എനിക്ക് തന്ന ദാനങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മേരി ശൈലജ. ഞാൻ ശരിക്കും പാറശാലയാണ് സ്വദേശം. എനിക്ക് കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പോളിസിസ്റ്റിക് ഓവറി ആയത് കാരണം കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒത്തിരി പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ സാറിനെ കണ്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നത്. അപ്പോൾ സാറ് പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ ഉടനെ തന്നെ ദാനമായി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞിനെ കൺസീവ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ ബോംബെയിൽ ട്രെയിനിൽ നിന്ന് ഫസ്റ്റ് മന്ത് കൺസീവ് ആയിരിക്കുമ്പോൾ ബോംബെയിൽ ട്രെയിനിൽ നിന്ന് വീണിട്ട് എൻ്റെ കാലൊടിഞ്ഞ് ഫ്രാക്ചറായി സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടാണ് ഞാനിവിടെ വന്നത്, ഇവിടെ നാട്ടിൽ വന്നിട്ട് സാറിനെ കണ്ട് പ്രാർത്ഥിപ്പിച്ചു. എൻ്റെ കാല് എനിക്ക് നടക്കാനുള്ള കൃപ ദൈവം തന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് പിന്നെ വീണ്ടും ഞാൻ 1-2 തവണ വീണിട്ടുണ്ടായിരുന്നു ഈ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ. അപ്പോഴേ ഒത്തിരി MRI സ്കാനും അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ സാറിനെ കണ്ട് പ്രാർത്ഥിച്ചു. സാറ് പറഞ്ഞു, അല്ല, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തരുന്നതായിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം എനിക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എല്ലാ പ്രശ്നങ്ങളും ദൈവം വിടുവിച്ചു. ദൈവത്തിന് 1000 നന്ദി സ്തുതിയും. പ്രാർത്ഥിച്ച സാറിന് നന്ദി. കുഞ്ഞിൻ്റെ പേര് ആരോൺ. ഫോൺ നമ്പർ 9446615213.